ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം. മലയോര മേഖലയിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ യാത്ര നിരോധിച്ചു. മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെയാണ് നിരോധനം. വിനോദസഞ്ചാര മേഖലയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. വെരി ഗുഡ് ഈവനിംഗ് സന്ദീപ് രാജാക്കാട്. ഈ യാത്രയൊക്കെ നിരോധിക്കുന്നതിന് മുൻപ് ഇടുക്കിയിൽ വന്നുപോയത് കൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എങ്ങനെയുണ്ട് ഇടുക്കിയിലെ നിയന്ത്രണങ്ങൾ? ഒപ്പം ഇടുക്കിയിലെ ഇന്നത്തെ കാഴ്ച എങ്ങനെയാണ്? മഴയാണോ? മഴ പെയ്യാൻ സാധ്യതയാണോ? നിയന്ത്രണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ളത്. കാരണം മഴ ഇപ്പോഴാണ് അല്പം ഒന്ന് ചെറിയ തോതിലെങ്കിലും ചാറി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്തത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പം മഴ പെയ്യും, പഴുതാൽ ആകെ പ്രശ്നമാകുമെന്ന് കരുതി. പക്ഷേ ആ മഴയും പോയ ലക്ഷണമാണ് കാണുന്നത്. എന്തായിരുന്നാലും ഒരു ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ മഴ മുന്നറിയിപ്പ് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാത്രി കാലത്ത് മഴ പെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലയോര മേഖലയിൽ മുൻകാലങ്ങളിലൊക്കെ അത്തരത്തിലാണ്. രാത്രി കാലത്താണ് മഴ അധികമായി പെയ്യുന്നത്. ആ രാത്രി കാലത്ത് മഴ പെയ്യുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദേവികുളം, ഗ്യാപ് റോഡ് അടക്കമുള്ള മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ നിലനിൽക്കുന്നതാണ്. നേരിമംഗലം വനമേഖലയിലൂടെ കടന്നു പോരുമ്പോഴും അത്തരം അപകട സാധ്യതകളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രക്കിംഗ് വാഹനങ്ങളുടെ അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാറ പൊട്ടിക്കുന്നത്, പാറ ഖനനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ച് മണ്ണ് കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ മഴക്കാലത്തിന്റെ മുന്നറിയിപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് വില്ലേജ് ഓഫീസുകൾക്കും താലൂക്കുകൾക്കും ഒക്കെ നിർദ്ദേശം നൽകി. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും വിധേന മഴ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക്, ഇല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതിന്റെ ഭാഗമായി മാത്രമുള്ള നിയന്ത്രണങ്ങളാണ് നിലനിൽക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് വരെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. മഴ കാര്യമായ രീതിയിൽ പ്രതിഫലിക്കുന്നില്ല. എന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായി ഇടുക്കിയിൽ മഴ ലഭിച്ചിരുന്നു. വിനോദസഞ്ചാര മേഖലയൊക്കെ ഒന്ന് ഉണർന്നു വരികയാണ്. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം മഴയൊന്ന് പെയ്ത് മാറിയതോടുകൂടി മഞ്ഞു മൂടുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. വിനോദസഞ്ചാരികളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചൂടൊക്കെ മാറി നല്ല തണുത്ത കാലാവസ്ഥയിലേക്ക് ഹൈറേഞ്ച് എത്തിയിരിക്കുന്നു. വളരെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തി. എന്നാൽ ഈ മഴ മുന്നറിയിപ്പ് നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ഓരോ ഘട്ടത്തിലും എപ്പോഴാണ് വളരെ ശക്തമായ മഴ ഇടുക്കിയിൽ പെയ്തിറങ്ങുക? അത് പ്രത്യേകിച്ച് മലയോരത്തെ വലിയ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ മലയോരത്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, ഇല്ലെങ്കിൽ 1-2 മണിക്കൂർ ശക്തമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം വളരെ വേഗത്തിൽ തന്നെ ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി സുരക്ഷാ സംവിധാനങ്ങൾ, ഇല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാത്രികാല യാത്രാ നിരോധനവും ഒപ്പം തന്നെ ട്രക്കിങ്ങിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഖനനത്തിനും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങൾ കൂടി വെച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഇപ്പോൾ പുഴയിലൊക്കെ വെള്ളം വളരെ കുറവായി നിൽക്കുന്നുണ്ട്. വലിയ കാര്യമായി മഴ പെയ്ത് വെള്ളം ഒഴുകി വന്നിട്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും പ്രദേശത്ത് അതിശക്തമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ വേഗത്തിൽ മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഈ പുഴകളിലും തോടുകളിലും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴകളിലേക്കും തോടുകളിലേക്കും ഒക്കെ ഇറങ്ങുന്നത് അല്പം ജാഗ്രതയോടെ വേണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിനോദസഞ്ചാരികൾ കുളിക്കുന്നതിനൊക്കെ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പുറത്തുനിന്ന് എത്തുമ്പോൾ. പക്ഷേ വളരെ വേഗത്തിൽ നമ്മൾ നിൽക്കുന്നിടത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ് എങ്കിൽ പോലും മറ്റെവിടെയെങ്കിലും മുതിരപ്പുഴയാറിൻ്റെയോ ഇല്ലെങ്കിൽ പന്നിയാറിൻ്റെയോ പെരിയാറിൻ്റെയോ മറ്റെവിടെയെങ്കിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ മലവെള്ളപ്പാച്ചിൽ, ഇല്ലെങ്കിൽ വെള്ളം വളരെ പെട്ടെന്ന് വർദ്ധിക്കുവാനുള്ള, നീരൊഴുക്ക് ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണം നൽകുന്നുണ്ട്. സുജയ പാർവതി. ഓക്കെ, അപ്പോൾ സ്റ്റേ സേഫ് സന്ദീപ് രാജാക്കാട്. ഇടുക്കിയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്ത്.